Make sure it's nice and flat. Okay? Professor Richard M. Lyon, UK International Next, Chief Physician, and it's Mr. nice and flat, Jess Harwood, I want you guys to run it. Critical Care Paramedic, Prometheus, Mr. Raj Michael Ignacio, Combat Medicine. ഈ മൂന്ന് ആളുകളും വളരെ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നു. എന്ന് മാത്രമല്ല, പരിശീലനത്തിനെത്തിയിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് മനസ്സിലാകാവുന്ന തരത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിൽ ഏറെ ശ്രദ്ധ കാണിക്കുകയും താല്പര്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, വരാവുന്ന പിഴവുകൾ, അതുപോലെ തന്നെ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ, അതോടൊപ്പം തന്നെ ഓരോന്നും ചെയ്യുമ്പോൾ എത്രത്തോളം സൂക്ഷ്മത പാലിക്കണമെന്നും കൃത്യമായി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഓരോ സെഷനും ഏറെ താല്പര്യത്തോടെയാണ് ആളുകൾ വീക്ഷിച്ചത്. എന്ന് മാത്രമല്ല, പ്രാക്ടിക്കൽ ചെയ്യേണ്ട സമയത്ത് വീണ്ടും വീണ്ടും ഓരോരുത്തരെ കൊണ്ടും ചെയ്യിക്കുന്നതിനും അതിലെ പൂർണ്ണത കൈവരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നതിലും ഒരു പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു. വന്ന എല്ലാ പരിശീലനാർത്ഥികൾക്കും ഇത് വളരെയേറെ ഉപകാരപ്രദമായിരുന്നു. എന്ന് മാത്രമല്ല, ഇനിയൊരവസരം വരികയാണെങ്കിൽ ഇക്കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് എളുപ്പമാകും വിധം ഈ ട്രെയിനിങ് അവരുടെ മനസ്സിൽ നന്നായി പതിഞ്ഞിരുന്നു. വളരെ സൗഹൃദപൂർവ്വം, സ്നേഹത്തോടെ, അതോടൊപ്പം തന്നെ ഏറെ താല്പര്യത്തോടെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനും അതുപോലെ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനും ഏറെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. മറ്റ് ട്രെയിനിങ്ങളെ അപേക്ഷിച്ച് അക്കാഡമിക് തലത്തിൽ നിന്ന് മാറി പ്രാക്ടിക്കൽ തലത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രത്യേക ഗുണമാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ളത്. പരിശീലകർ എല്ലാവരും തന്നെ ഇതിൽ തൃപ്തി പ്രകടിപ്പിച്ചു എന്നുള്ളതും ഏറെ താല്പര്യം കാണിച്ചു എന്നുള്ളതും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വീണ്ടും വീണ്ടും മുന്നിലേക്ക് എത്താനും അതുപോലെ പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ നടത്തുന്നതിന് ഏറെ താല്പര്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോന്നിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഓരോ സെഷൻ നടക്കുമ്പോഴും അതിനുശേഷവും ആവർത്തിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് എല്ലാവരും തന്നെ താല്പര്യം കാണിച്ചു. അത് ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. സംഘടിപ്പിച്ചവർക്ക് തീർച്ചയായിട്ടും ഇത് അവരുടെ പ്രവർത്തനത്തിൻ്റെ മികവായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. Good. And then notice, okay, that my thumb is already here. ഒരു ടൂർണിക്കൈ എത്ര എളുപ്പത്തിലാണ് അത് ഉപയോഗിക്കാൻ പഠിക്കുന്നത്. അതിൻ്റെ പ്രയോഗം, അതിൻ്റെ ലളിതമായിട്ടുള്ള അവതരണവും അതുപോലെ തന്നെ ആളുകൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ ഒറ്റ കൈകൊണ്ട് തന്നെ ഇങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് വിശദമായി കാണിച്ചു കൊടുക്കുന്നുണ്ട്. സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് താല്പര്യവും കാണിച്ചു. നമ്മളുടെ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ കരുതിയിരുന്നു എന്നുള്ളത് ഈ ട്രെയിനിങ്ങിനെ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. എത്ര പേരുണ്ടോ അത്രയും ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ കണ്ടെത്തിയിരുന്നു. അവ സജ്ജമാക്കി വയ്ക്കുകയും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ അത് കാണിച്ചു കൊടുക്കുന്നതിന് ഇൻസ്ട്രക്ടർമാർ താല്പര്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. This is what stops the bleeding. So let's say it's tight. Next thing you want to do, stop that bleeding by either putting a tourniquet or stopping the bleeding by താഴെ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ കാലിലെ ഒരു വലിയ മുറിവിലേക്ക് ബ്ലീഡിംഗ് ഉണ്ടായി കൂടുതൽ പ്രശ്നമാകാതെ ഇരിക്കുന്നതിന് വേണ്ടി അതിലേക്ക് തുണി അത് പ്രത്യേക രീതിയിൽ മടക്കി പ്രഷർ പോയിന്റിൽ കൈവിരൽ അമർത്തി അവിടെ രക്തസ്രാവം കുറച്ചുകൊണ്ട് അതിലേക്ക് എടുത്ത് കോട്ടൺ തിരികെ വയ്ക്കുന്ന പ്രക്രിയ ഒരുപക്ഷെ അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചേക്കാം. അപകടത്തിൽപ്പെട്ട ആളിൻ്റെ രക്തസ്രാവം കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പ്രവൃത്തി ചെയ്യുന്നതിന് ഏതൊക്കെ വിരലുകളാണ് ഉപയോഗിക്കേണ്ടത്, അതിലെവിടെയാണ് പ്രസ് ചെയ്യുന്നത്, എത്ര വിരൽ ആണ് അതിലേക്ക് നമുക്ക് ഇടാൻ പറ്റുക, അത് ആ ഉള്ളിൻ്റെ അല്ലെങ്കിൽ മുഴുവൻ്റെ വലിപ്പം അനുസരിച്ച് അത് നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ ആ വിരലുകളിൽ ഈ കോട്ടൺ അതെങ്ങനെ ആണ് ചുറ്റിയെടുത്ത് ഇതിലേക്ക് വെക്കുന്നത് എന്നുള്ള രീതിയും
കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദുരന്തമുഖത്ത് ഓരോരുത്തരും അനുഭവിച്ച അല്ലെങ്കിൽ നേരിട്ട ഓരോ ഇൻസിഡൻറ്റുകളാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇവരെ സജ്ജമാക്കിയത്. അനുഭവങ്ങളിൽ കൂടി പഠിച്ചെടുത്ത കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ അവർക്ക് വളരെയേറെ കഴിവും അതോടൊപ്പം തന്നെ മനസ്സാന്നിധ്യവുമുണ്ട്. അത് നമ്മൾ മറക്കാതിരിക്കാൻ കഴിയില്ല. പ്രഷർ കൊടുത്തതിന് ശേഷം 3 മിനിറ്റ് നേരത്തേക്ക് അമർത്തി പിടിച്ചാൽ ബ്ലീഡിങ് നിൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അടുത്തുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇതാ വീണ്ടും അവിടെ ഒട്ടിച്ച് വെക്കാവുന്ന മറ്റൊരു ടോർണിക്കയുടെ ഉപയോഗമാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുറിവുണ്ടായ ഭാഗത്ത് നല്ല ശക്തിയായി അത് കെട്ടിവെക്കാൻ കഴിയും. അങ്ങനെ കെട്ടിവെക്കുന്നത് മൂലം ബ്ലീഡിങ് കുറയ്ക്കാനും രക്തസ്രാവം കുറയുന്നതിലൂടെ അപകടത്തിൽപ്പെട്ട രോഗിക്ക് രക്ഷപ്രാപിക്കാനും കഴിയും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ അതിലെ പ്ലാസ്റ്റിക് കടിച്ചു കയറി അദ്ദേഹം അതെടുക്കുന്നു. അത് വിടർത്തി കാണിക്കുന്നതാണ്. അല്പം വീതിയുള്ളതാണ്. അതിൽ തന്നെ മെഡിക്കേറ്റഡാണ്. അത് വെളുത്ത ഭാഗം ഊണ്ടിൻ്റെ നേരെ പിടിച്ച് അത് അമർത്തി വെച്ച് കെട്ടുന്നു. പരിക്ക് പറ്റിയാളുടെ കാല് സ്വന്തം കാലിലേക്ക് എടുത്ത് ഉയർത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. വെളുത്ത ഭാഗം ഊണ്ടിൻ്റെ നേരെ പിടിച്ച് അതിലേക്ക് നല്ലവണ്ണം മറയുന്ന വിധത്തിൽ കെട്ടിവെച്ച് ആ അപകടത്തിൽപ്പെട്ട ആളിനെ രക്ഷപ്പെടുത്തുന്നത് രൂപം. അതിൽ തന്നെ കോട്ടൻ്റെ ബാക്കി ഭാഗം ചുറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു ഹുക്ക് പോലൊരു ഭാഗം ഉയർന്നു നിൽപ്പുണ്ട്. അതിൽ അത് ഉയർത്തി വെച്ച് വലിച്ചു മുറുക്കാം. അല്ലെങ്കിൽ അതും കൂടെ ചേർത്ത് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ടൈറ്റ് ചെയ്യുന്ന മൂലം രക്തസ്രാവം കുറയുന്നതിനും അല്ലെങ്കിൽ അവിടെ രോഗിക്ക് ആശ്വാസം കൊടുക്കുന്നതിനും കഴിയും. This creates more pressure on top of that wound. Right? So what you want to try and do every time you go around, you want to make sure it's nice and tight. Alright. Alright, before you guys stop, okay? Watch me real quick. Okay. Watch me real quick. Okay. So notice, if you're putting it on the arms, okay, there's going to be a lot of tail. Now, you need to secure that by either doing a figure 8 and then locking it in place. Okay? You can die in as little as 3 minutes if you don't put that tourniquet on. Okay? How fast do you think I did that? And I did it slow. Still under 1 minute, right? Still under 1 minute, and I did it slow, right? All right, so. Can you please do it one more time? Huh? Can you do it one more time? Of course, of course. Ready. Okay? Just watch me real quick. Don't do anything. Alright, so once you look at a tourniquet, straight from the plastic, it looks exactly like this. Right? Now, I'm going to show you guys how to put a tourniquet on using one hand, okay? It's called the one-handed tourniquet. Okay? You want to, what we teach in the military is that you want to be able to reach it with either hand. Okay? So for example, if this arm goes, I can use this arm. If this arm is shot, I can use this arm. Okay? So, does anybody have any questions with tourniquets? Is there supposed to be an angle or something that you are supposed to like tie it on? Like the person that you were trying it on, you kept it on like the femur angle like this? You mean like higher? Yeah. It's just the anatomy of the body. It's high and tight. So if it's like this, it's still okay, but the optimal is all the way up here where you can actually squeeze the vessel. Good question. So is it possible to have a hand? Yes.
I'm gonna show you guys how to put it on. You guys think I can put this on myself with one hand? Yeah, yes. Okay. 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 All right. So I'm right-handed. I'm gonna show you guys that I'm gonna use my left hand, okay? And I'm gonna put a tourniquet on my right hand, okay? The tourniquets come like this. Well, let me fold it again. I'll show you guys